ഇക്ക എനിക്ക് ആ കളർ തരുമോ? അപ്പൊ ഇക്കെന്ത് പറയും? ഞാനല്ലാതെ പിന്നെ ആര്? ഹായ് ഹലോ നമസ്കാരം. വാഴ 2 കുറച്ച് കുട്ടി കൂട്ടങ്ങളാണ് എന്റെ കൂടെ ഉള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? നമസ്തേ കഴിഞ്ഞില്ലല്ലേ? നമസ്തേ. അപ്പൊ എല്ലാരും നല്ല ഹാപ്പി ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അതെ, വാഴ 2 എവിടെ എത്തിന്ന് അറിഞ്ഞോ നിങ്ങളൊക്കെ? ഭയങ്കര വലിയ ഹിറ്റിലേക്ക് തന്നെ ലോക സിനിമയ്ക്കൊക്കെ ശേഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് വന്നോണ്ടിരിക്കുക. നിങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ടുള്ള കുട്ടികളായിരുന്നില്ലേ? അപ്പൊ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഹാപ്പിനെസ്സിൽ? നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ഇവിടെ ഒരാളിരിക്കുന്നുണ്ട് അല്ല, എന്തായാലും സ്വയം പേര് പറഞ്ഞിട്ട് അങ്ങോട്ട് പരിചയപ്പെടുത്താം അല്ലെ? എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും പറയാം. പറഞ്ഞു. അജിന്റെ ചെറുപ്പാല അഭിനയിച്ചല്ലേ? യുവിൻ എങ്ങനെയുണ്ട്? എന്തായാലും സിനിമയൊക്കെ ഇത്ര ഇറങ്ങിയ സമയത്ത് ഷൂട്ടിനൊക്കെ പോയപ്പോഴേ ആദ്യമായിട്ട് സിനിമയൊക്കെ ചെയ്തപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ അഫ്സലിക്കും സവിൻ സാറൊക്കെ കൊറേ ടേക്ക് നിൽക്കാ നേരത്തെ ചിരിക്കാൻ പറഞ്ഞിട്ട് ചിരിയാന്നില്ല. 2-3 ടേക്കൊക്കെ പോയത്. പിന്നെന്താ, നല്ല രസമാണ്. ഫ്ലാറ്റ് ഒക്കെ കിട്ടിയായിരുന്നു. പിന്നെ ഇതാണ് എന്റെ ചേട്ടൻ. അതിനടുത്ത് തന്നെ ഇരിക്കണ്ടല്ലോ. ഞാൻ ആരോമലിനെ ഇവിടെ അടുത്ത് തന്നെ കൊണ്ടിരുത്തിയത് അല്ലെ? സജിന്റെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അജിനെ നിങ്ങളിപ്പോ കുറെ റീലൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നല്ലോ, ഭയങ്കര അടിപൊളിയായിട്ട് ചേട്ടനും കൂടി സൈക്കിളൊക്കെ ഓടിക്കുന്നത് അല്ലെ? അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ റീലൊക്കെ? അല്ലെങ്കിൽ നമ്മുടെ ഫോണൊക്കെ തുറന്ന് നിങ്ങളുടെ മുഖേ കാണുന്നുള്ളൂ എല്ലാവരുടെയും. ഇപ്പൊ ഫോണിലൊക്കെ കണ്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സന്തോഷായിരുന്നു. പിന്നെ ഷൂട്ടിങ്ങിന് പോയപ്പോ ഇവരെ 4 കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മറ്റേ ആഷിറും മലനും വിനായക ചേട്ടനും ഇവരൊക്കെ സജിൻ ചേട്ടനൊക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവരെ എന്താ പറയാ കാണുന്ന നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അജിൻ ചേട്ടൻ വീഡിയോ കോൾ ചെയ്തപ്പോ നല്ല സന്തോഷായിരുന്നു. സന്തോഷായി അല്ലേ? എന്നിട്ട് എന്താ അജിൻ ചേട്ടൻ പറഞ്ഞേ മോനെ അടുത്ത്? അജിൻ ചേട്ടൻ മോനെ നല്ല അഭിനയായിരുന്നു, ഫുഡ് അയച്ചോ, എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു ചോദിച്ചല്ലേ? പിന്നെ ഇപ്പൊ എന്തായാലും ഇന്റർവ്യൂ ഇറങ്ങുമ്പോ നമുക്ക് എല്ലാവരും കാണാം അല്ലേ? ഹാപ്പി ആയിട്ട് എല്ലാവരും കാണാം. അടുത്ത ആരോമലെ നിങ്ങൾ രണ്ടൊരു സീൻ, നിങ്ങളൊരു ഡയലോഗ് പറയുന്നുണ്ടല്ലോ അല്ലേ? എന്ത് ഡയലോഗ് പറയുന്ന ചേട്ടന്റെ അടുത്ത്, ആരോമലിന്റെ അടുത്ത്? അണ്ണ എനിക്കും കൂടി സൈക്കിൾ തരുമോ? അണ്ണ എനിക്കും കൂടി സൈക്കിൾ തരുമോ? നീ ഒന്നും ഓടിക്കണ്ട. ആ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടല്ലോ. ഫോൺ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വീഡിയോ മാത്രമേ ഉള്ളൂ അല്ലേ? ആരോമൽ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ ആരോമൽ ഏത് ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത്? ആരോമൽ ഇങ്ങനെയാണ് സിനിമയിലൊക്കെ വന്നത്? ഈ വാഴ 2 എങ്ങനെയാ വന്നത്? ഞാൻ ഫസ്റ്റ് വാഴ 1 ഷൂട്ടിംഗ് ലൊക്കേഷന് പോയിണ്ടായിരുന്നു. അത്രയ്ക്ക് റോളൊന്നും കിട്ടിയില്ലെങ്കിലും ചെറുതായിട്ട് അവരുടെ ഒപ്പം യൂണിഫോം ഇട്ടൊന്ന് ഇരിക്കാൻ പറ്റി. അന്ന് ഞാൻ അവിടുന്ന് സവിൻ ചേട്ടനെ പരിചയപ്പെട്ടു. സവിൻ ചേട്ടൻ ഞാൻ വീട്ടിൽ വന്നിട്ട് സവിൻ ചേട്ടൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തിരുന്നു. അപ്പൊ എന്നിട്ട് ഞാൻ വല്ല കുട്ടികളുടെ ആവശ്യം ഇനി വല്ല മൂവിയിലുണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറഞ്ഞിരുന്നു. സവിൻ ചേട്ടൻ ഇത് മറക്കാണ്ട് എന്നെ വാഴ 2 ഒരു ചെറിയ അവസരം വന്നപ്പോ വിളിച്ച്. ഇത്രയും ചെറിയ അവസരമായിരുന്നെങ്കിലും ഇത്രയും വലിയ ഹിറ്റായ സിനിമയില് ആ ഒരു ചെറിയ അവസരം പോലും കിട്ടിയതിന് ഞാൻ വളരെ ഹാപ്പിയാണ്. അല്ല, ഞാനുണ്ടല്ലോ നീ സംസാരിക്കണുണ്ടപ്പോ വലിയ ഏതൊരാള് സംസാരിക്കണം. വീട്ടിൽ നിന്ന് പഠിച്ചോന്നതാണോ അത്? അല്ലല്ല, ചെറുതായിട്ടൊന്ന് അമ്മ ചോദിച്ചിരുന്നു എന്തൊക്കെയാ പറയാൻ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? എന്തൊക്കെയാ. പക്ഷെ അങ്ങനെ ഞാൻ സംസാരിക്കാൻ അങ്ങനെയാണല്ലേ? അപ്പൊ സ്കൂളിലൊക്കെ എന്താ പറഞ്ഞത്? നിങ്ങളുടെ അടുത്തേക്ക് സ്കൂളില് ഫ്രണ്ട്സ് ഒക്കെ എന്താ പറഞ്ഞ സിനിമ കണ്ടിട്ട്? ഒക്കെ നന്നായിട്ട് പറഞ്ഞു. എല്ലാരും കണ്ടിക്കണു. ഞങ്ങളെ ഗ്രൂപ്പ് ഉണ്ട്, ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ? എന്തായാലും നിങ്ങളെ മാത്രമേ ഉള്ളൂ, ഇപ്പൊ വാഴ മാത്രമേ ഉള്ളൂ അല്ലേ? ഞങ്ങൾ മാത്രം ചിലവരൊന്നും കണ്ടിട്ടില്ല. ഇല്ലേ? കണ്ടില്ലേ? കുറച്ച് പേരൊക്കെ കണ്ടു. അല്ല, പ്രയാണിനെ എനിക്ക് മനസ്സിലായില്ല കേട്ടാ. ആഷിറിന്റെ അനിയനായിട്ട് അഭിനയിച്ചല്ലേ? ചെറുപ്പകാലമായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇവിടെ വന്നപ്പോ മുടി കണ്ടപ്പോ മനസ്സിലാവുന്നില്ല. ഇതെന്താ ഒരു ചേഞ്ച് വന്നത്? ഇങ്ങനെ മുടി എപ്പോഴും ഇങ്ങനെ മുടി മുമ്പിലോട്ട് ഇങ്ങനെ കൊറേ ദിവസം ഇങ്ങനെ ആക്കും. അപ്പൊ അങ്ങനെ മുടി വളർന്നില്ല. അപ്പൊ സിനിമയിലുണ്ടല്ലോ, സിനിമയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്തേ മുടി വെട്ടാൻ പറഞ്ഞപ്പോ വിഷമായ? വളർന്നോളൂല്ലേ മുടി? പക്ഷെ പല്ല് കറക്റ്റാട്ടോ. അതാ സിനിമയിൽ കാണിക്കുന്ന പോലെ പല്ല് കറക്റ്റ് ഇരിക്കുന്ന ഭാഗമൊക്കെ. അപ്പൊ ഈ ഗോൾഡൻ വിഷനൊക്കെ ഇഷ്ടമാണ്? ഇഷ്ടമാണ്. സിനിമയിൽ കാണിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ ഫിഷിനെയൊക്കെ നോക്കണതൊക്കെ അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ സിനിമയിൽ വന്നപ്പോഴേ? വാഴയില് ആദ്യമായിട്ടൊരു സിനിമയിൽ അഭിനയിക്കല്ലേ? ആദ്യമായിട്ടാണ് ചെയ്യണത്? മുൻപ് സിനിമയൊക്കെ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട് അല്ലേ? നിക്ഷാന്റെ ഇലക്ട്രോണിക് ചെയ്തിട്ടുണ്ട്. അപ്പൊ സിനിമയിൽ വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമയിൽ എല്ലാരും കൂടി കളിക്കൊക്കെ ആയിരുന്നില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയൊക്കെ? നല്ല രസമുണ്ട്. ആണോ? പിന്നെ ഫ്ലാറ്റില് ആ ഏട്ടല്ലേ എന്തപ്പോ, ആ ഏട്ടന് റൂം ഇവിടെ, അവിടുന്ന് നേരെ ഇവിടെ
എന്റെ ഒരു കുറച്ച് കഴിഞ്ഞിട്ടാണ് ഫ്ലാറ്റിലോട്ട് വന്നത്. എന്നിട്ട് നല്ല രസമുണ്ടായിരുന്നേ. കുട്ടികളൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞേ, ചില കുട്ടികളെ കണ്ടു. പിന്നെ എന്റെ ഫ്രണ്ടൊക്കെ പറഞ്ഞ്, എന്റെ അമ്മയൊക്കെ പറഞ്ഞ്, ആ കുട്ടീന്റെ അമ്മ പറഞ്ഞതാട്ടാ, ആ റിലീസായ അമ്മനെ കാണണം. കൊറേ ടീച്ചർമാരൊക്കെ പറഞ്ഞേ ആ റിലീസായ അമ്മനെ കാണണമെന്ന്. പക്ഷെ എനിക്ക് റിലീസായ അമ്മനെ കാണാൻ പറ്റിയില്ലേ? അവിടെ ടിക്കറ്റ് ഫുള്ളായിരുന്നു. അപ്പൊ അതിന്റെ പിറ്റേന്ന് കാണണം. എന്നിട്ടിപ്പോ സ്ക്രീനിലൊക്കെ ഉണ്ടല്ലോ, വലിയ സ്ക്രീനിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മുഖമൊക്കെ കണ്ടപ്പോ? അച്ഛനക്കൊക്കെ നല്ല സന്തോഷായി. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. എല്ലാവർക്കും കുട്ടികളെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഈ സിനിമ ഇത്രയും ഹിറ്റ് ആയതല്ലേ? എല്ലാവരും അടിപൊളിയായിട്ട് വലിയൊരു ഹിറ്റായി സിനിമ. ഇവിടെ അടുത്തൊരാൾ ഇരിക്കുന്നുണ്ട്. കുറെ നേരമായിട്ട് വന്നപ്പോ തൊട്ട് തന്നെ എന്നിട്ട് ഇങ്ങനെ അല്ലേ, കുറെ നമ്മള് നല്ല കമ്പനി ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഞാൻ കണ്ടാൽ തന്നെ മനസ്സിലാവും ആരുടെ ഇരിക്കുന്നു അല്ലെ. വിനായകന്റെ ചെറുപ്പകാലം അഭിനയിച്ചത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? പേരൊക്കെ പറഞ്ഞു പരിചയപ്പെടും. എന്റെ പേര് ഡിയാൻ. ഡിയാൻ എന്നാണ് അല്ലെ? 6th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പൊ ഉണ്ടല്ലോ ഈ സിനിമയിലുണ്ടല്ലോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ കുറെ റീലൊക്കെ വരുന്നുണ്ടല്ലോ, കുറെ എന്താ പറയാ കരയുന്ന ഒരു സീൻ. അപ്പൊ അങ്ങനെ കരഞ്ഞുണ്ടായിരുന്നത് ആ സമയത്ത്? കരഞ്ഞു. ഗ്ലിസറിനൊന്നല്ല, കുറച്ച് ഗ്ലിസറിൻ ഉണ്ടായിരുന്നു. സവിൻ ചേട്ടൻ എന്താ പറഞ്ഞത്? അല്ലെങ്കിൽ ഈ സീൻ അഭിനയിക്കും മുൻപ് നമ്മൾ ആ വീഡിയോ ഒക്കെ ഭയങ്കര ഹിറ്റ് ആയിരുന്നു, എല്ലാവരും ചിരിച്ചോണ്ടിരുന്ന വീഡിയോ ആയിരുന്നില്ലേ? വിഷുവിന്റെ സമയത്ത് പടക്കം പൊട്ടിക്കുമ്പോൾ ഒരു ചേട്ടൻ വന്ന് വീഴുന്നു, കരയുന്നു. പക്ഷെ ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ വന്നപ്പോ എല്ലാവരും കരയാൻ വിഷമാവാൻ തുടങ്ങി ആ വീഡിയോ കണ്ടപ്പോ അല്ലെ? അപ്പൊ എങ്ങനെയായിരുന്നു സവിൻ ചേട്ടൻ എങ്ങനെയാ പറഞ്ഞത് ഈ സീനൊക്കെ അഭിനയിക്കുന്ന സമയത്ത്? സവിൻ ചേട്ടൻ പറഞ്ഞത് അവിടെ അഭിനയിച്ചിട്ട് അച്ഛൻ പടക്കം പൊട്ടിക്കണം, താഴെ വേണം. അപ്പൊ ഓടിപ്പോയി പറയണം അച്ഛൻ എന്തേലും പറ്റോ എനിക്ക് അച്ഛനൊക്കെ അങ്ങനെ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് നേരത്തെ ഇങ്ങനെയല്ലല്ലോ വർത്താനം പറഞ്ഞു, ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കണ്ട. എന്നിട്ട് അവനെ കളിയാക്കരുത് അല്ലെ കുറെ നേരം സംസാരിച്ചു. അപ്പൊ ബിജുകുട്ടൻ ചേട്ടനൊക്കെ കണ്ടായിരുന്നോ? എന്താ ബിജുകുട്ടൻ ചേട്ടൻ പറഞ്ഞോ സിനിമയിലെ സീനൊക്കെ കണ്ടിട്ട് എന്താ പറഞ്ഞെന്തെങ്കിലും? സിനിമ റിലീസ് ആയിട്ട് കണ്ടില്ലായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ കുറെ കണ്ടായിരുന്നു എന്റെ സീനൊക്കെ. നേരിട്ട് ഈ സിനിമ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ബിജുകുട്ടൻ ചേട്ടൻ കണ്ടായിരുന്നോ? സിനിമ റിലീസ് കഴിഞ്ഞിട്ട് കാണണ്ടേ ഒരു ദിവസം? ബിജുകുട്ടൻ ചേട്ടനോട് നമുക്ക് പറയാല്ലേ, ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് കാണണ്ടല്ലേ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്രണ്ട്സ് ഒക്കെ സ്കൂളിൽ പോയപ്പോ എന്തൊക്കെയാ പറഞ്ഞേ? സിനിമ അങ്ങനെ വന്നിട്ട് പറയണേ ഞാൻ കാണാൻ പോണ്ട്, പക്ഷെ അവര് കണ്ടിട്ടില്ലേ? പക്ഷേ അവരോട് പറയണ്ട കാണുന്ന സിനിമ. പക്ഷെ എന്റെ കൂട്ടുകാരിയുടെ ചേച്ചി ഉണ്ട്, കണ്ടു. ചേച്ചി എന്താ പറഞ്ഞത് കണ്ടിട്ട്? ചേച്ചി പറഞ്ഞ നല്ല ഇമോഷണൽ ആയിരുന്നു. എന്നിട്ട് സീനിയർ ഒക്കെ വന്ന് പറയണ നല്ല സൂപ്പർ എന്നൊക്കെ കരയുന്നൊക്കെ. ടീച്ചേഴ്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു സിനിമ? ടീച്ചേഴ്സ് സിമി മാം എന്ന് പറഞ്ഞ ടീച്ചർ കാണുമെന്ന് പറഞ്ഞു, അന്നമ്മ മാം എന്ന് പറഞ്ഞ ടീച്ചറും കാണാൻ എന്റെ മാത്സ് ടീച്ചറൊക്കെ പറഞ്ഞായിരുന്നു കാണാൻ പോണ്ട്. പക്ഷെ ഹസ്ബൻഡിന്റെ കാല് ഒടിഞ്ഞായിരുന്നു. അതുകൊണ്ടല്ലേ? എന്തായാലും ഇപ്പൊ കൊറേ വീഡിയോ ഫോണ് തുറക്കുമ്പോ എന്താ കാണാറുള്ളത്? എപ്പോഴും കാണാറില്ലേ ദിയാന്റെ വീഡിയോ ഒക്കെ? നമ്മള് സോഷ്യൽ മീഡിയ തുറക്കുന്ന സമയത്തൊക്കെ നിങ്ങളുടെ ബിജുകുട്ടൻ ചേട്ടന്റെ ഒക്കെ വീഡിയോ ഇങ്ങനെ കാണുന്നുണ്ട്. കണ്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഫോണ് കണ്ടപ്പോ നല്ല സന്തോഷം. അതെന്തായാലും നിങ്ങളുടെ മുഖത്തൊക്കെ കാണുന്നുണ്ട് ഭയങ്കര സന്തോഷം, എത്ര ഹിറ്റ് ആയിട്ടില്ല. അടുത്ത ഒരു ചേട്ടൻ ഇരിക്കുന്നുണ്ട്. ചേട്ടന്റെ ഡയലോഗ് ഇപ്പൊ അല്ല, എന്തായിരുന്നു ഡയലോഗ്? ഞാനല്ലാതെ പിന്നെ ആര്? ഇപ്പൊ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ വീഡിയോ പോലെ തന്നെ ഈ ഡയലോഗാണ് ഇപ്പൊ എല്ലാവർക്കും അല്ലെ? എന്താണ് ഈ സന്തോഷത്തില് പറയാനുള്ള? പേരൊക്കെ പറഞ്ഞു എന്തായാലും. എന്റെ പേര് ആദിത്യ, ഞാൻ 9th പഠിക്കുന്നു. ഞാൻ വിപിൻ സാറിന്റെ ഫസ്റ്റ് മൂവിയായ ജയ് ജയ് ജയ്ഹയിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ അതില് സവിൻ സാറ് അസോസിയേറ്റ് ആയിരുന്നു. പിന്നെ ഞാൻ കിങ് ഓഫ് കൊത്ത ചെയ്തു. പിന്നെ ഇന്ന് സ്വന്തം പുണ്യാളൻ. പിന്നെ 2023 സ്റ്റേറ്റ് അവാർഡ് വിന്നർ ആയിരുന്നു. അതുപോലെ തന്നെ പിന്നെ ഇപ്പൊ മുത്തു ഇലിയാസ് കട്ട എന്ന് പറഞ്ഞ വിജയ് സേതുപതി സാറിന്റെ ഒരു വെബ് സീരീസില് ജിയോ ഹോട്ട്സ്റ്റാറില്. പിന്നെ വാഴ 2 വന്നു. അപ്പോ ആ ഒരു ഒട്ടും പ്രതീക്ഷയിലായിരുന്നു ആ ഡയലോഗ് ഹിറ്റ് ആവുമെന്ന്. സാറ് പറഞ്ഞ് എനിക്ക് അനിയനുള്ള, അപ്പൊ അനിയനോട് ഇങ്ങനെ എനിക്കത് തരുമെന്ന് വെക്കുമ്പോ സാധാരണ കൊടുക്കണ പോലെ തന്നെ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു ഓപ്പണായിട്ട്. സാർ അങ്ങനെ ആരെയും നിർബന്ധിക്കൂല, നമ്മുടെ ഇഷ്ടത്തിൽ നമ്മളെ ചെയ്യിക്കാൻ വിടും. അപ്പൊ അങ്ങനെ ചെയ്ത് അത് ഹിറ്റായി.
ഇപ്പൊ ഇൻസ്റ്റയിൽ മൊത്തം മാറിയില്ലേ. അതെ, അതാ ഞാനില്ലാതെ പിന്നെ ആരാ? എല്ലാവർക്കും ഇപ്പൊ ബ്രദേഴ്സ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനൊക്കെ കാണുമ്പോ അങ്ങനത്തെ വീഡിയോയിലൊക്കെ ഈ ഡയലോഗ് മാത്രമേ ഉള്ളൂ ഇപ്പൊ, അല്ലെ? എങ്ങനല്ലേ, നിങ്ങൾ കാണാറില്ലേ വീഡിയോ ഒക്കെ? അങ്ങനെ ഇൻസ്റ്റയില് ആ ഡയലോഗ് ഹിറ്റായി. അതുപോലെ തന്നെ സ്കൂളില് എല്ലാരും സിനിമ കണ്ട് ഇൻസ്റ്റയില് മെസ്സേജ് ഇട്ട് പ്രിൻസിപ്പള് കണ്ടെന്ന് പറഞ്ഞു. ആണല്ലേ? ഇപ്പൊ എന്റെ അഭിനയിച്ച ശാശാന്ന് ആണോ? വീഡിയോ കണ്ടിരുന്ന ആര് കണ്ടു വീഡിയോ? പ്രിൻസിപ്പാളിനെ വിളിക്കലേ എന്തായിരുന്നു സംഭവം? അത് നേരത്തെ ഒരു ഇന്റർവ്യൂല് മാം കോൾ ചെയ്ത്, അപ്പൊ എന്നോട് ഇങ്ങനെ വെച്ചു, ഞാനല്ലാതെ പിന്നെ ആയിരുന്നു വെച്ച് സർപ്രൈസ്ഡ് ആയി. പിന്നെ അങ്ങനെ സംസാരിച്ചു. ഭയങ്കര ഹാപ്പി ആണല്ലേ? ഇപ്പൊ നിങ്ങളുടെ അനിയത്തിയായിട്ട് ശാശാന്ന് പറഞ്ഞ കുറച്ച് കഴിയുമ്പോ ഇവിടെ വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സീനിലൊക്കെ കണ്ടപ്പോഴേ എല്ലാവർക്കും ഒരു ചേട്ടനെ അനിയത്തി എന്നുള്ളൊരു ഇതൊക്കെ നമുക്ക് ആ ഒരു ഫീലാ വന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു വാഴ 2 ഇത്രയും സിനിമയൊക്കെ ചെയ്തിട്ടേ വാഴ 2 വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റൊക്കെ? ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് ബിഹേവ് ചെയ്തത്. അതുപോലെ തന്നെ ആരും ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും നമ്മളോട് പറയില്ല, നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മളെ വിട്ടത് അവിടെ. അതുപോലെ തന്നെ സവിൻ സാറും ഫ്രണ്ട്ലി ആയിരുന്നു. ഓരോ ടേക്ക് കഴിയുമ്പോ ഒന്ന് സംസാരിക്കും, ഇത്രയും കൂടി ബെറ്റർ ആക്കാൻ നോക്കും, അങ്ങനെയായിരുന്നു. അപ്പൊ നിങ്ങൾ ഓഡീഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു? ഈ സിനിമയുടെ ഓഡീഷൻ വഴിയല്ല ഉണ്ടായിരുന്നു? അപ്പൊ ഓഡീഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മൂവിയുടെ? ഓഡീഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല സെലക്ട് ആവുമെന്ന്. സാറിങ്ങനെ വിളിച്ചു, അപ്പൊ ഓഡീഷന് പോയി. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും വിളിച്ചു. പ്രൊഡക്ഷൻ കൺട്രോളർ പ്രേമേട്ടനാ വിളിച്ചത്. അപ്പോ എന്റെ വീടിന്റെ അടുത്ത് തന്നെയായിരുന്നു ഷൂട്ട്. അപ്പോ വരാൻ പറഞ്ഞു, അങ്ങനെ പോയി. അങ്ങനെ ഒരു ദിവസം പിന്നെ സ്കൂള് കഴിഞ്ഞിട്ടായിരുന്നു ഷൂട്ടൊക്കെ, ഈവനിങ്. അപ്പൊ അങ്ങനെ പോയെ. അല്ല, അത് ശരിക്കും നിങ്ങളുടെയൊക്കെ നല്ല അടിപൊളിയുണ്ട് സിനിമയില്. ആലൻ ചേട്ടനെ കണ്ടായിരുന്നോ? ആലൻ കണ്ടായിരുന്നു. ആലൻ ചേട്ടൻ എന്താ പറഞ്ഞ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട്? അടിപൊളിന്ന് പറഞ്ഞു. എന്റെ ചെറുപ്പാലം ചെയ്യണല്ലേന്ന് ചോദിച്ചു. അപ്പൊ അതേന്നൊക്കെ പറഞ്ഞു. പിന്നെ കൊറേ സംസാരിച്ചു. എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പൊ സിനിമ കണ്ടപ്പോഴേ എല്ലാരും പറഞ്ഞു അങ്ങനെ, ശരിക്കും അലന്റെ പോലെ ഉണ്ട് പറഞ്ഞു. ചിലര് അലന്റെ ഒരു കട്ട് ചെറുതായിട്ടുണ്ടെന്ന് പറഞ്ഞു മുഖത്ത്. അല്ല, ശരിക്കും എല്ലാവരും നല്ലൊരു കാസ്റ്റിംഗ് ആയിരുന്നു. എല്ലാവർക്കും എന്താ പറയാ, നല്ല രസമുണ്ടായിരുന്നു കാണുമ്പോ തന്നെ. എല്ലാവരും ഇവരെ കാണാൻ ഇതുപോലെ തന്നെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ ഈ സിനിമയ്ക്ക് വന്ന സമയത്തെ സ്കൂളിൽ നിന്നൊക്കെ ക്ലാസ് ഒക്കെ കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു? ക്ലാസ് ഒക്കെ കട്ട് ചെയ്യേണ്ടി വന്നു. പിന്നെ ടീച്ചർമാരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. പ്രത്യേകിച്ചിട്ട് ഷരീന ടീച്ചറും ഷിബിലി മാഷും യദു സാറാണ് എന്റെ ക്ലാസ് മാസ്റ്റർ 3ത്തെ. പിന്നെ ഫ്രണ്ട്സ് ആളൊക്കെ സെലിബ്രിറ്റി എന്ന് വിളിക്കലുണ്ട്. അങ്ങനെ വിളിക്കോ? സെലിബ്രിറ്റി വരുന്നാണോ പറയാ? എന്താ പറയാറ്? അങ്ങനെ തന്നെ, ഏകദേശം അങ്ങനെയൊക്കെ അങ്ങനെ വിളിച്ചിട്ട് നല്ല സപ്പോർട്ടാണ് അവരൊക്കെ. ഇപ്പൊ ഒന്നുകൂടി സപ്പോർട്ടായി സിനിമയില് വന്നപ്പോ. അപ്പൊ യുവിനെ, അതായത് നമ്മളുണ്ടല്ലോ ഈ സിനിമ ഇറങ്ങിയ സമയത്തെ സിനിമയുടെ ഷൂട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഷൂട്ടിന്റെ സമയത്ത് സവിൻ ചേട്ടനൊക്കെ ഇങ്ങനെ അഭിനയിക്കാനൊക്കെ പറഞ്ഞത് എങ്ങനെയായിരുന്നു? സവിൻ ചേട്ടനൊക്കെ നല്ലൊരു സപ്പോർട്ട്, ഫ്രണ്ട്ലി ഒക്കെ ആണോ. ഒരാളെ നിർബന്ധിക്കലില്ല ഇങ്ങനെ ആക്കണമെന്നതാ, അവൻ പറഞ്ഞാൽ തന്നെ. പിന്നെ എന്താ പറയാ, 1, 2, 3 ടേക്കൊക്കെ പോയി. പിന്നെ അഫ്സലിക്കൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു, അവര് രണ്ടാളും. പിന്നെ ഷൂട്ടിങ്ങിനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ലേ? അത് വാനിലച്ചെടിയൊക്കെ പാട്ട് നല്ല രസമായിരുന്നു. നിങ്ങളൊക്കെ ആ പാട്ടില് കാണിക്കുന്നുണ്ട്. അപ്പൊ ആ പാട്ടൊക്കെ കേട്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ആ പാട്ടില് വന്നപ്പോ നല്ല സന്തോഷായി. അപ്പൊ 200 കോടി ക്ലബ്ബ് കയറിയില്ലേ, അതേപോലെ സന്തോഷായി അല്ലേ? അതുപോലെ സ്കൂളിലൊക്കെ പോയപ്പോ ഇവരെടുത്ത് ചോദിച്ച പോലെ തന്നെ സ്കൂളിലൊക്കെ പോയപ്പോ എന്താ പറഞ്ഞ എല്ലാരും? ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ്. പ്രത്യേകിച്ചിട്ട് ഷിബിലി മാഷും ഷെറീന ടീച്ചറും യദുമാഷന്റെ ഇക്കൊല്ലത്തെ മാഷായിരുന്നു 3ത്തെ. ഞാൻ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നെ ഫ്രണ്ട്സുകളൊക്കെ സെലിബ്രേറ്റ് എന്നൊക്കെ വിളിക്കലുണ്ട്. സെലിബ്രിറ്റി വരുന്നുണ്ട് എന്നാണോ പറയാറുള്ളത്? ഏകദേശം അതേമാതിരി തന്നെ. പിന്നെ ഞാൻ പൂവത്താണി AMUP സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ സെലിബ്രിറ്റി എന്ന് വിളിക്കുമ്പോ എങ്ങനെ നടക്കാറുള്ളത്? ഇങ്ങനെയാണല്ലോ സെലിബ്രിറ്റി, അങ്ങനെയൊക്കെ തോന്നാറുണ്ടായിരുന്നോ? ഇടയ്ക്ക് മീനാവും. ആണോ? അപ്പൊ കൊറേ മുൻപുണ്ടല്ലോ കൊറേ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയാ, നമ്മുടെ അടുത്ത കട്ട ഫ്രണ്ട്സ് അല്ലാത്ത ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് മുണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന? ചിലപ്പോ നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് അല്ലാത്തവരൊക്കെ ഉണ്ടാവൂലോ, അവരൊക്കെ വന്നിട്ട് എന്താ പറഞ്ഞത് കണ്ടപ്പോ, സിനിമയിലൊക്കെ അഭിനയിച്ച് കണ്ടപ്പോ? ഓരിപ്പോ നല്ല രസമുണ്ടാടൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞതല്ലേ? അപ്പൊ എന്തായാലും സ്കൂളിലും ഇതിലൊക്കെ എല്ലാരും കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞല്ലേ? ആരോമലിന്റെ അടുത്ത് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ആരോമല് ഇപ്പൊ എന്താ പറഞ്ഞ ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പാട്ടിലൊക്കെ നിങ്ങളൊക്കെ എല്ലാവരും നന്നായി കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ പാട്ടൊക്കെ കണ്ട് ആ വാനിലച്ചെടിയൊക്കെ കണ്ടപ്പോ ആ പാട്ട് നല്ല ഹിറ്റ് ആയിരുന്നു. അപ്പൊ പാട്ടൊക്കെ കണ്ടപ്പോ എന്താ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞേ?
ഫ്രണ്ട്സ് ഒക്കെ നന്നായിണ്ട് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ സ്കൂളത്തെ ഏട്ടന്മാരൊക്കെ നീ വാഴയിലുണ്ടോ എങ്ങനെയാണ് എത്തിച്ചേർന്നത് ഒക്കെ ചോദിച്ചു. എന്നിട്ട് അവരൊക്കെ സെലിബ്രേറ്റ് ആയിട്ടുണ്ട് കേട്ടാ, ചെലവാണെന്നൊക്കെ ചോദിച്ചിരുന്നു. അല്ല അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവല്ലോ ഞങ്ങൾക്കും കൂടി ഒരു ചാൻസ് തരുമെന്ന് ചോദിച്ചായിരുന്നു. കൊറേ ആൾക്കാര് ചോദിച്ചു. ആണോ? തബലേന്റെ മാഷ ചോദിച്ചു. തബലയുടെ മാഷ് എന്താ ചോദിച്ചത്? എന്റെ ഏട്ടൻ ജാസിനെ പഠിച്ചത്. അപ്പൊ ജാസിന്റെ മാഷാണ് ചോദിച്ചു. ഞാൻ ഇങ്ങോട്ട് വന്നാല് അപ്പൊ തന്നെ അറിയൂ. എടാ ഒരു അവസരം തരാൻ പറയടാ പ്ലീസ്, ഒരു അവസരല്ലേ ചോദിച്ചിട്ടുള്ളൂ, തരാ. അപ്പൊ നീ എന്താ പറഞ്ഞത്? പ്രയാൺ എന്താ പറഞ്ഞത്? ഇങ്ങനെ അവസരം ഇത്ര ചോദിച്ചല്ലോ, അപ്പൊ എന്താ പറഞ്ഞ പ്രയാൺ? അടുത്ത സിനിമ നോക്കാന്നല്ലേ? അടുത്ത സിനിമയിലൊക്കെ ആണോ? അങ്ങനെ അപ്പൊ നിങ്ങള് സിനിമ കണ്ടപ്പോഴേ എല്ലാവരും അതിൽ അഭിനയിച്ച ചേട്ടന്മാരൊക്കെ ഉണ്ടല്ലോ, ആശിറേട്ടനുണ്ട്, അലൻ ചേട്ടനുണ്ട്, വിനായക ഉണ്ട്, അവരൊക്കെ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സിനിമ കണ്ടിട്ട്? നിങ്ങളെ കണ്ടിരുന്നോ? അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഫോൺ വിളിക്കാൻ ഇല്ല? കാണണ്ട അവരൊക്കെ? ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു തോന്നുന്നുണ്ട്. ഉണ്ടായിരുന്നു. അപ്പൊ ചേട്ടന്മാരെ കണ്ടപ്പോ ഒന്നും പറഞ്ഞിട്ടായിരുന്നില്ല? ചേട്ടന്മാരുടെ അടുത്ത് ഞാൻ അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞോ? ചേട്ടന്മാരുടെ അടുത്ത് പറഞ്ഞു. ഭയങ്കര സന്തോഷായില്ലേ? എന്റെ വീട്ടിലത്തെ ചേട്ടന്മാര് മൊത്തം അത് എന്നെ കൂടെയാണ് മൊത്തം. അപ്പൊ നാട്ടിലൊക്കെ വലിയ സെലിബ്രിറ്റി ആയിട്ടുണ്ടല്ലേ? അടിപൊളി. നിങ്ങൾക്ക് ഇത്ര വലിയ സെലിബ്രിറ്റി ആയി തന്നെ ഭയങ്കര ഹാപ്പി. ഹിറ്റ് ആയപ്പോ ഏതാരാ വരുന്നത് നോക്കിയേ? സാഷക്കുട്ടി. സാഷക്കുട്ടി കണ്ണാടി ഇട്ടാണോ വന്നേ? നീ കണ്ടുവരുന്നു അല്ലേ? സാഷക്കുട്ടിയോട് ഞാനിപ്പോ ഒരു ഡയലോഗ് പറയോ? എന്താ പറയാ? എനിക്ക് ആ കളർ തരുവോ? അപ്പൊ ഇക്കെന്ത് പറയും? ഞാനല്ലാതെ പിന്നെ ആര്? അടിപൊളി അടിപൊളി. സാഷക്കുട്ടി സിനിമയിലുണ്ടല്ലോ. ഫ്രണ്ട്സ് അപ്പൊ കണ്ടിട്ടൊന്നും പറഞ്ഞു? ഫ്രണ്ട്സിനോട് വിളിച്ച് പറയണം നാളെ സിനിമ കാണണം പറയില്ലേ? ഫ്രണ്ട്സിന്റെ നമ്പറില്ല. ഫ്രണ്ട്സിന്റെ നമ്പർ ഇല്ലേ? അപ്പൊ ഫ്രണ്ട്സ് ഇപ്പൊ ആലോചിക്കണ്ടാവും എന്റെ കൂട്ടുകാരി നമ്പർ ഇല്ലാന്നല്ലേ? അപ്പൊ ടീച്ചർമാരൊക്കെ കണ്ടായിരുന്നോ സിനിമ സ്കൂളിലൊക്കെ? ഇല്ലേ? ടിക്കറ്റ് ഇല്ല. ടിക്കറ്റ് ഇല്ലേ? ടിക്കറ്റ് ഇല്ലാന്ന് പറഞ്ഞാ? അപ്പൊ അത്ര ഹിറ്റ് ആണല്ലേ സിനിമ, അതുകൊണ്ടായിരിക്കും ടിക്കറ്റ് ഇല്ലാന്ന്. അപ്പഴേ സിനിമ കണ്ടപ്പോ തിയേറ്ററിൽ ഇരുന്നിട്ട് അച്ഛന്റെ അമ്മയുടെ ഒക്കെ സിനിമ കണ്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ച് എന്നോട് തന്നെ കരഞ്ഞു. എന്തുണ്ടായിരുന്നു? എന്നോട് തന്നെ കരഞ്ഞു പോയാ? അയ്യോ, സിനിമ ലാസ്റ്റ് കരഞ്ഞു. ആണോ? ഏത് സീൻ കണ്ടപ്പോഴാ കരച്ചിൽ വന്നത്? ലാസ്റ്റ് സിനിമയില്ലേ? ലാസ്റ്റ് സീൻ അല്ലേ? കണ്ടപ്പോ കരച്ചിൽ വന്നാ? ഈ ചേട്ടൻ മറ്റേ പടക്കം പൊട്ടിയപ്പോ വീണില്ലേ ഈ ചേട്ടന്റെ അച്ഛൻ? അപ്പൊ കരച്ചിൽ വന്നാ? കാശുകുട്ടിക്ക് ചിരി വരുന്നുണ്ടല്ലോ. കാശുകുട്ടി ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? എന്തിനാണ്? അപ്പൊ എന്നിട്ട് സ്കൂളിലൊക്കെ ആ സമയത്ത് സ്കൂളിലൊക്കെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നാ ഷൂട്ടിന്റെ സമയത്ത്? ഇല്ലേ, പോകാൻ പറ്റിയില്ലേ? അപ്പൊ പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ? എന്റെ മമ്മി പറയുന്ന സ്കൂൾ തന്നെ ഇവിടെ ഉണ്ടാവുന്ന നോക്കുന്നത്. എന്താ പറയുന്നത്? ഗോകുലം തന്നെ ഇവിടെ ഉണ്ടാവുമെന്ന്. ആലുവ. അപ്പൊ പിന്നെ കുഴപ്പമില്ല, ഇനിയും പോവാലോ എന്നല്ലേ സ്കൂളില്? അപ്പൊ സാശുകുട്ടി ഇതിനു മുന്നേ എന്തെങ്കിലുമൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ? വേറെ പരസ്യത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ സാശുകുട്ടി? എന്തിലാ അഭിനയിച്ചിട്ടുള്ളേ? ഇപ്പൊ അടുത്ത് ചെയ്ത ഒരു ഗോൾഡിന്റെ അതിറങ്ങാൻ പോണേ. അല്ലേ? അപ്പൊ ഈ പരസ്യമൊക്കെ അഭിനയിച്ച് സിനിമയിൽ വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മയൊക്കെ സിനിമ കണ്ടിട്ട് എന്താ പറഞ്ഞ? അല്ലെങ്കിൽ അമ്മയും അച്ഛനും അല്ലെങ്കിൽ കസിൻസ് ഒക്കെ ഉണ്ടാവില്ലേ, ഫ്രണ്ട്സ്, അങ്ങനെ വീട്ടിലുള്ള നാട്ടിലത്തെ ആൾക്കാരൊക്കെ ഉണ്ട്, അവരെന്താ പറഞ്ഞേ സിനിമ കണ്ടിട്ട്? അവളെ ഇറ്റാത്തേറ്റോ കരഞ്ഞ്. ലാസ്റ്റ് സീ കണ്ടവരോ കരഞ്ഞോ? അവളും കരഞ്ഞു. അപ്പൊ എന്തായാലും എല്ലാവരുടെയും സീനും കണ്ടിട്ട് സിനിമ എന്തായാലും അവസാനമൊക്കെ ഇപ്പൊ എല്ലാരും കരഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങളൊക്കെ കരഞ്ഞായിരുന്നോ സിനിമ? സെക്കൻഡ് ഹാഫ് ഇടക്കൊക്കെ ഇമോഷണലായിരുന്നു. സെക്കൻഡ് ഹാഫ് ആണ് കൂടുതൽ കരയിപ്പിച്ചത്. ഫസ്റ്റ് ഹാഫ് ഫുള്ള് കോമഡി, സെക്കൻഡ് ഹാഫ് ഫുള്ള് ഇമോഷണൽ. പക്ഷെ ഫസ്റ്റ് ഹാഫ് ഇടക്കിടക്ക് ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഇമോഷണൽ ആയിട്ട്. സെക്കൻഡ് ഹാഫ് കരച്ചിലാണ്, പക്ഷെ കരഞ്ഞില്ല. അല്ല, നിങ്ങളുടെയൊക്കെ അതായത് നാട്ടിൽ നിന്ന് വല്ല ഇനാഗുറേഷന് വിളിക്കോ അല്ലെ ഉദ്ഘാടനത്തിന് വിളിക്കോ? കടയിൽ ഇനാഗുറേഷൻ അല്ല, എനിക്കൊരു ക്ലബിൽ നിന്ന് ഒരു പൊന്നാട കാണിച്ചിട്ടുണ്ടായിരുന്നു. അവരൊപ്പം ഫോട്ടോ എടുത്തൊക്കെ ചെയ്തു. ഞങ്ങളുടെ അടുത്തുള്ള അക്ഷയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനായിരുന്നേ. സന്തോഷായോ ഫോട്ടോ കണ്ടപ്പോ? പ്രയാണ്ട് എന്താണ്ടായിരുന്നു? ഫ്ലക്സ് ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഫ്ലക്സ് അടിക്കാൻ പറയായിരുന്നില്ല? എന്റെ ഒരു ഫ്ലക്സ് അടിക്കാൻ പറയും. എന്റെ അടുത്തിരുന്നു ചെറുതിലെ ചിരി. ഫ്ലക്സ് അടിച്ചിട്ടുണ്ടായിരുന്നു തിയേറ്ററില്.
തിയേറ്ററില് തിയേറ്റർ നാട്ടിലൊക്കെ നാട്ടിലെ നാട്ടിലുണ്ട്, തിയേറ്ററിലുണ്ട്. ഉണ്ടായിരുന്നോ? അപ്പൊ ചേട്ടന്മാർ അവിടെയൊക്കെ നാട്ടിലെ ചേട്ടന്മാരൊക്കെ തിയേറ്ററില് പറഞ്ഞേ സിനിമ കണ്ടിട്ട്? നാട്ടിലെ ചേട്ടന്മാരൊക്കെ സിനിമ കണ്ടിട്ടുണ്ട് സൂപ്പറാണ്, നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അധികം ഒന്നും പറഞ്ഞില്ല. ഇല്ല. അല്ല അപ്പൊ ഇവിടെ ഒരാള് മിണ്ടാതിരിക്കുന്നുണ്ട്. നേരത്തെ നല്ല സംസാരിക്കുന്നില്ല. ഫ്ലക്സ് അടിച്ചായിരുന്നോ? ഇല്ല ഇല്ലേ? ഇല്ല. എന്താ ഫ്ലക്സ് അടിക്കാൻ? പക്ഷെ ഒരു വേറെ ഇന്റർവ്യൂവില് ഇവനും എനിക്കും ഇവർക്ക് രണ്ടുപേർക്കും ഒരു എന്താ ട്രോഫിയോ അല്ലെ മെമ്മോറിയൽ അതെ അവിടെ കൊടുത്തോ? എന്തോ പറയാനുണ്ട്? ചോദിച്ചത് എന്താണ് ട്രോഫി എന്നാ? വാഴ 2ന്റെ ആഷീറുള്ള പിന്നെ അലനുള്ള അതെല്ലോ. ആ ചേച്ചീനെ കണ്ടായിരുന്നോ? നിങ്ങളുടെ കുറച്ച് വലുതായിട്ട് അഭിനയിച്ചില്ലേ? കാശുകുട്ടിയുടെ വേദ ചേച്ചി. വേദയല്ല, അലന്റെ അനിയത്തിയിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നെ. വലിയ പ്രായം അഭിനയിച്ചിരുന്ന ഒരു ചേച്ചി ഉണ്ട്. ചേച്ചിനെ കണ്ടായിരുന്നോ? ചേച്ചി എന്തെങ്കിലും പറഞ്ഞോ? കണ്ടാ? ചേച്ചി എന്താ പറഞ്ഞത്? സിനിമ എന്താ കണ്ടിട്ട് എന്റെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞു? കുറച്ച് പക്ഷെ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ കാണാൻ. അടിപൊളിയായിരുന്നു. അല്ല നീ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഒരു ട്രോഫിയോ അല്ല ഒരു കുഞ്ഞ് ഇന്റർവ്യൂ മറ്റേ ഓൾഡ് ഏജ് ഹോം ഒക്കെ പോയി കാണില്ല, അത് അവിടെ പോയി ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് ഇവൻ പാട്ട് പാടി, ഇവളും പാട്ട് പാടി. അവൻ ഒറ്റക്ക് മറ്റേ അടബൊമ്മല പാടി. അപ്പൊ എല്ലാരും പാട്ടൊക്കെ പാടില്ല? നമുക്ക് പാടാൻ അവസാനം പാടണ്ടേ? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരു പാട്ട് പാടണമെന്ന് ആഗ്രഹം? എനിക്കറിയില്ല. പാടിക്കോ ഇപ്പൊ എന്നാൽ ഇപ്പൊ ഒരു പാട്ട് പാടും. എല്ലാരും കൊണ്ട് ഞാൻ ഒന്നും പാട്ട് പാടി. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ലാസ്റ്റ് പാടാം. ഒരു പാട്ട് പാടിക്കും എന്തായാലും. ചിരിക്കൂല, അങ്ങോട്ട് ചിരിക്കില്ല. അപ്പൊ അന്ന് ഏത് പാട്ടാ പാടിയത്? അന്ന് ഒരു പാട്ടും പാടില്ല. നീയും ഇവനും പാട്ടടി പറഞ്ഞു. ഏത് പാട്ട്? ഇവനൊറ്റക്ക് പാടി, ഇവളൊറ്റക്ക് പാടി. നീ ഒറ്റക്ക് പാടില്ല. നിങ്ങളെല്ലാരും ഒരുമിച്ച് കാണുമായിരുന്നോ സെറ്റില് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ? ഇല്ല. ഞങ്ങളൊക്കെ ഷൂട്ട് അല്ലെന്നെ ഒറ്റ കൊച്ചു പ്രായല്ലേ, ഇവനല്ല മനസ്സിലായി. ഹാഷിറിനെ കണ്ടായിരുന്നു. അവരെ കണ്ട് പരിചയപ്പെട്ട് മറ്റേ ചിരി ബമ്പർ ചിരിയില്ലേ. അല്ല നിങ്ങളെല്ലാരും കൂടിയിട്ട് സെറ്റില് എല്ലാരും ഒരുമിച്ച് എപ്പോഴും കണ്ടിട്ടില്ല? ഇല്ല. ഞാൻ ഒട്ടും കണ്ടിട്ടില്ല. പറഞ്ഞു എന്റെ അവിടെ ഉള്ളപ്പോ എന്റെ ഷൂട്ട് ഉണ്ടായിരുന്നപ്പോ ഇവർ രണ്ടുപേരുടെ ഷോട്ടിലെ സൈക്കിളുണ്ട്, അതെടുത്ത്. പിന്നെ അപ്പൊ എന്റെ അനിയത്തിയായിട്ട് ശാശ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പൊ അന്ന് വൈകുന്നേരമാണ് പരിചയപ്പെടുന്നത്. അത്രേ ഉള്ളൂ. എന്നിട്ട് ശാശക്കുട്ടിയുടെ കൂടെ ശാശക്കുട്ടി ഇതുപോലൊക്കെ തന്നെയായിരുന്നാ? എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടുപേരും കൂടെ അഭിനയിക്കുമ്പോ? ഐസ്ക്രീം ഷോട്ടില്ലേ, കൊറേ എണ്ണം പോയി മേടിച്ചു വരി. അല്ല ശാശക്കുട്ടി എത്ര ഐസ്ക്രീം കഴിച്ചു വന്ന്? അതെനിക്ക് അറിഞ്ഞൂടെ. കൊറേ ഐസ്ക്രീം അല്ല ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി കൊറേ തെറ്റിട്ടുണ്ടാവും അല്ലേ ഡയലോഗ്? പക്ഷെ ഐസ്ക്രീം ഇങ്ങനെ ഒരെണ്ണം കഴിക്കുന്നു, അപ്പൊ തെറ്റിക്കോ എന്റെ തെറ്റിന് അടുത്ത ഐസ്ക്രീം തരാന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയായിരുന്നു. അപ്പൊ എത്ര കഴിച്ചു ഐസ്ക്രീം? 5, 4, 10 എത്രയോ ലാസ്റ്റ് പിന്നെ ഒരു ഐസ്ക്രീം കഴിച്ചു അല്ലേ? ഓ ഐസ്ക്രീം കിട്ടിയപ്പോ ഭയങ്കര സന്തോഷായില്ലേ? ഐസ്ക്രീം കിട്ടിയപ്പോഴാണോ അഭിനയിക്കാൻ? ഐസ്ക്രീം ഒരു ടേസ്റ്റ് ഇല്ലായിരുന്നു അല്ലേ? കുഴപ്പമില്ല. നല്ല സവിൻ ചേട്ടനോട് പറയാൻ നീ വേറെ ഐസ്ക്രീം വാങ്ങിച്ചതാണ്. പറയോ? പറഞ്ഞോ സവിൻ ചേട്ടൻ്റെ അടുത്ത്. വേണ്ടേ? എന്നിട്ട് എന്തായിരുന്നു സെറ്റില്? ഈ ഐസ്ക്രീം ഒരു തവണ വായിലൊക്കെ കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മെൽറ്റ് ആയി പോകും. അപ്പൊ നമുക്ക് കണ്ടിന്യൂഷൻ എടുക്കാൻ പറ്റൂല. അങ്ങനെ ഒരു കണക്കിന് ഒപ്പിച്ചെടുത്ത് 5 ഐസ്ക്രീം ഒക്കെ എടുത്തു. പിന്നെ എന്റെ ഷൂട്ട് ഉണ്ടായിരുന്നില്ല, ഈ സൈക്കിളിലായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് അത്രയ്ക്ക് സൈക്കിളൊന്നും ഓടിക്കാൻ അറിയണ്ടായിരുന്നില്ല. ഞാൻ അത് ചെറുതായിട്ട് അവിടെ നിന്ന് വീണു. എന്നിട്ട് കാലൊന്ന് ജസ്റ്റ് ഒന്ന് വളങ്ങി. അപ്പൊ അവര് നല്ല കെയർ ഒക്കെ തന്നിട്ട് സ്പ്രേ ഒക്കെ അടിച്ചു തന്നപ്പോ മാറി. എന്നിട്ട് പിന്നെ ഷൂട്ട് എടുത്തു. നിങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണോ ഈ സീറ്റിൽ വെച്ചിട്ടാണോ ആദ്യമായിട്ട് കാണുന്നത്? ഞങ്ങള് ഫസ്റ്റ് അപ്പാർട്ട്മെന്റിൽ നിന്ന് കണ്ടിരുന്നു. അപ്പൊ ആദ്യം കണ്ടപ്പോ ഉണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞപ്പോ നിങ്ങള് എന്താ പറയാ സവിൻ ചേട്ടൻ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു തന്നായിരുന്നു. എങ്ങനെയായിരുന്നു ഈ സിനിമയിൽ വന്നപ്പോ സവിൻ ചേട്ടൻ പറഞ്ഞേ? ഫസ്റ്റ് ഇവൻ ചേട്ടൻ എനിക്ക് സൈക്കിൾ ചോദിക്കണം. അപ്പൊ ഞാൻ ഇല്ല തരൂല എന്നൊരു രീതിയിൽ ചോദിക്കണം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അങ്ങനെ സൈക്കിള് അടിച്ച് വട്ടത്തിന് പോവായിരുന്നു. അപ്പൊ
എനിക്ക് ഇവന്റെ ഇത് കണ്ടിട്ട് സങ്കടം വന്നിട്ട് ഞാൻ ഇവന് ഇമോഷണൽ ആയിട്ട് കൊടുക്കണതായിരുന്നു. അപ്പൊ ഞാൻ ശരിക്കും പറയും, സൈക്കിൾ എടുക്കുന്ന പറഞ്ഞപ്പോ ശരിക്കും പറയും, പക്ഷെ പാട്ടുകാരനത് കേൾക്കും. കേൾക്കൂല. അങ്ങനെ പറഞ്ഞൊന്നുമില്ല ഡയലോഗ്. അത് വായ അപ്പൊ അവിടുത്തെ BGM കേട്ടപ്പോ ഒരു സങ്കടം വന്നു. വല്ലാതെ വാടല്ലേ പൂവേർ. ഒന്ന് പാടിയോ പാട്ടൊന്ന്, രണ്ടുപേരും കൂടി പാട്. പാടിക്കോ, അറിയില്ലേ? നീ പാടിക്കോ പാട്ട്. അവര് പാടിക്കോ പാടിക്കോ. തമ്മിൽ പിണങ്ങിപ്പോവല്ലേ, കാണാതെ മായല്ലേ കണ്ണേ, നമ്മൾക്കു നാം തന്നെയല്ലേ, കൂടെ പിറന്നവരല്ലേ, പിന്നെ ഇത് വല്ലാതെ വാടല്ലേ പൂവേ, നീ എന്റെ കുഞ്ഞുമരല്ലേ, എന്നാലും നാവിനിയല്ലേ, നീ എന്റെ പൂങ്കവിളല്ലേ. അടിപൊളി അടിപൊളി. കണ്ട പാടണ്ട, അങ്ങനത്തെ പാടാൻ പറഞ്ഞത്. കാച്ചുകുട്ടിക്ക് പാട്ട് പാടണല്ലേ? പാടണോ? പാട്ട് പാടിയതാ? ഏത് പാട്ടാ പാടണ്ടേ? പാടിക്കോ പാടിക്കോ പാടിക്കോ. അവൾക്ക് മൈക്ക് കൊടുത്തോ. പഠിക്കും. ചേട്ടന്മാര് ഹെൽപ്പ് ചെയ്തേ പാടാൻ. കാശക്കുട്ടിക്ക് പഠിക്കും. ഞങ്ങള് പാടാം, കോറസ് പാടാന്നല്ലേ? അപ്പം പാടാം. അല്ല പഠിക്കോ. തൂക്കി ചുവന്ന പറ തെറ്റിയോ? അതല്ല തെറ്റിയാലോ. തൂക്കി ചുവന്ന തൂക്കി ചുവന്ന കരങ്ങളോട് തൂക്കി 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 ചുവന്ന കരങ്ങളോട് തൂക്കി ചുവന്ന കരങ്ങളോട് തൂക്കി ചുവന്ന കരങ്ങളോട് തൂക്കി തൂക്കി. അല്ല നീ പറഞ്ഞില്ല നേരത്തെ കരഞ്ഞു പോയി എന്നൊക്കെ. സീന കണ്ടപ്പോ ശരിക്കും കരഞ്ഞു പോയാ? കണ്ണൊന്നൊക്കെ ആകെ കണ്ണിന് ആകാന്നാ? അയ്യോ, കണ്ണില് വെള്ളം നിറഞ്ഞാണ്, പക്ഷെ ഒറ്റിട്ടില്ല. നീ കരയണ്ട. എന്റെ 2 തുള്ളി എന്റെ 2 തുള്ളി ഒറ്റി. ചാരേനെ ഞാൻ കാണിച്ചില്ല, കണ്ണിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ടാണോ കരഞ്ഞത്? പ്രയാണം കരച്ചില്ല വന്നായിരുന്നാ? ഇങ്ങനെ ഒഴുകി ഇവിടെ ഒഴുകി ഇവിടെ വരെ എത്തിയാ? പല്ലിന്റെ അടിയെ കൂടെ പോയി. എന്നിട്ടുണ്ടല്ലോ ഈ സിനിമയിൽ വന്ന സമയത്തെ അതായത് സവിൻ ചേട്ടൻ എന്തൊക്കെയോ പറഞ്ഞ സിനിമയില്, അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്ന? എങ്ങനെയുണ്ട് പറഞ്ഞ സവിൻ ചേട്ടൻ? ആദ്യം ആ ടാങ്കില്ലേ, അവിടുന്ന് നേരിട്ട് നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആ ഏട്ടന്റെ ചിരി ശരിക്കും നന്നായി. കൊറേ പ്രാവശ്യം റിപ്പീറ്റ് കൊറേ പ്രാവശ്യം എടുത്തേ. കൊറേ പ്രാവശ്യം ചിരിച്ചായിരുന്നിട്ട് ചിരിക്കാൻ പറഞ്ഞോ? എന്റെ ശരിയായി, എന്റെ ശരിയായി, ആ ചേട്ടന്റെ ശരിയാവാത്ത. എന്റെ അതുപോലെയായിരുന്നു, ചിരി ശരിയായില്ല. 2-3 ടേക്ക് പോയപ്പോ. അല്ല നിന്റെ ചിരി ഇപ്പൊ ഇറങ്ങുന്നുണ്ട് കൊറേ വീഡിയോയിലൊക്കെ, നീ ചിരിച്ചിരിങ്ങനെ നോക്കുന്നത് അല്ലേ? അത് ആ ചിരി എന്തായാലും സിനിമയിൽ വന്നപ്പോ അടിപൊളി കേട്ടോ. ഇത്ര ടേക്ക് ഇപ്പൊ എടുത്തിട്ട് ശരിയായതായിരിക്കും അല്ലേ? ഞാൻ ഇവൻ വീണെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ ഉള്ളില് അഫ്സലിക്കിന്റെ ഒപ്പം സംസാരിച്ചിരിക്കാന്നു. പുറത്തു പോയപ്പോ ഇങ്ങനെ മുട്ടുമൂതുണ്ട്. ഞാൻ എന്താ ചോദിച്ചപ്പോ പറഞ്ഞു അങ്ങനെ വീണിക്കാൻ. എന്നിട്ട് പ്രയാണം എന്താ? എന്നിട്ട് അതുപോലെ തെറ്റിച്ച ചിരി ആ ചേട്ടനെ തെറ്റിച്ചപ്പോ ഒന്നും കൂടി എടുക്കേണ്ടി വന്നൂല പ്രയാണന്റെ? അപ്പൊ അല്ല പ്രയാണം ആലോചിച്ചിട്ടുണ്ടോ, ഞാൻ ഫുള്ള് പഠിച്ചു, ഇനിയിപ്പോ ഇത് നന്നായി അഭിനയിക്കാൻ പറ്റിണ്ടാവും വിചാരിച്ചിട്ടുണ്ടാവൂല്ലേ? പിന്നെ ആ പൗഡർ ഒരു 2-3 പ്രാവശ്യം പെട്ടെന്ന് ശരിയായി. പെട്ടെന്ന് ശരിയായതുകൊണ്ട് വേഗം കഴിഞ്ഞു. ആ ഉമ്മ അച്ഛ പോണേ കൊറേ പ്രാവശ്യം എടുത്തേ. ഈ ടാങ്ക് നോക്കണതിന്റെ കാട്ടിയും കൊറേ എടുത്തു. ലാസ്റ്റ് ശരിയായി. പിന്നെ നേരെ ഫ്ലാറ്റിൽ പോയി. നന്നായിരുന്നു ലാസ്റ്റ് ഷൂട്ട് ഉണ്ടായിരുന്നല്ലേ? അല്ല ഈ സിനിമയിലെ ഒരു മാഷ് ഉണ്ടല്ലോ, എല്ലാരും അടിക്കുന്ന ഒരു മാഷ്, മുജീബ് സാറ്. മുജീബ് സാറിനെ പോലത്തെ സാറുമാരൊക്കെ ഉണ്ടോ നിങ്ങളുടെ? സാറ് കേക്കണ്ട, എന്റെ സ്കൂളിലില്ല. എന്റെ സ്കൂളില് സ്കൂള് പൊട്ടിരിക്കുന്നു. പക്ഷെ പറയാൻ പറ്റില്ല, പേരൊന്നും പറയണ്ട. മുജീബ് സാറിനെ വിളിച്ചേക്ക് നല്ല ഇഷ്ടപ്പെട്ടു. തൂക്കിയടി മുജീബ്. അല്ല എന്നിട്ട് മാഷ് ഇതുപോലൊക്കെയാണോ, ഇങ്ങനെ അടിക്കൊക്കെ ചെയ്യോ അതുപോലെ മാഷ്? ഞങ്ങൾ എന്റെ സ്കൂളില്ല. നീ അല്ല ഇപ്പൊ നിന്റെ സ്കൂളുണ്ട് പറഞ്ഞതില്ല? നിന്റെ സ്കൂളിലാണോ ഉള്ളത്? എന്നിട്ട് ആ മാഷ് നിങ്ങൾക്ക് പേടിയാണോ? പേടിയില്ല, എന്നാലും ചെറിയൊരു ഭയം. ഇവന്റെ സ്കൂളിലുണ്ട്, എന്റെ സ്കൂളിലുണ്ട്. എന്നിട്ട് നിങ്ങക്ക് കാണുമ്പോ പേടിയോ? മാഷ് വരുമ്പോ അയ്യോ ആ മാഷ് വരുന്നേ നമുക്ക് പേടിയാവണെന്ന് പറയോ? മാഷല്ല
മാമാണ്. എന്നിട്ട് നിങ്ങൾ വിളിച്ചോ എന്തേലൊക്കെ പറയോ? ടീച്ചർ വരുന്നുണ്ട് കണ്ട് പേടിച്ച്? ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാമിന് ടിക്കറ്റ് കൊടുക്കുന്നു, പക്ഷെ ടിക്കറ്റ് എടുക്കാൻ മറന്നുപോയതാ കൊടുക്കില്ല എന്നാണോ? 2 വർഷം മുമ്പ് പറഞ്ഞു മറ്റേ കപ്പ് കേക്ക് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ മറന്നു, മാം വീഡിയോ എടുത്തിട്ടുണ്ടായത്. ആണല്ലേ? അതുപോലെ നിങ്ങൾ സ്കൂളിലൊക്കെ തല്ലൂടാറുണ്ടോ? ഇതില് ഈ ചേട്ടന്മാര് ഭയങ്കര അടിപൊളി കൂടുകയൊക്കെ അല്ലേ സിനിമയില്? തല്ലൂടാറുണ്ടോ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട്? നീ തല്ലൂടാറുള്ള? ഓരാദ്യം അല്ല ആരെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വരുമോ? ചീത്ത പറയോ? തോണ്ടിട്ടൊക്കെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും അല്ലേ ഫ്രണ്ട്സ്? അപ്പൊ ഒന്ന് ഇടിക്കാനോ? അങ്ങനല്ല, ബെഞ്ചിന്റെ ബാക്കിൽ ഒരു ഇതാവും, ഒരു സംശയമായിരിക്കും. പക്ഷെ ഒരു തോണ്ടല്ല വിളിക്കുകയല്ല, കുപ്പായം പിടിച്ച് വലിച്ചു. 2 വട്ടം വലിച്ചു. അപ്പൊ ഞാൻ ഉണ്ടായിരുന്നു. ലാസ്റ്റ് വിളിച്ചപ്പോ പിന്നെ ഓന്റെ ബാക്ക് പോയിരുന്നിട്ട് ഓനെങ്ങനെ വിളിച്ചു. അപ്പൊ കൊറേ നേരം ക്ഷമിച്ചിരിക്കാൻ പറ്റില്ല അല്ലെ? കൊറേ നേരം തോണ്ടി കഴിഞ്ഞല്ലേ? ഞങ്ങളങ്ങനെ ഒരു പ്രാവശ്യം തോണ്ടിട്ട് ഞാന് എല്ലാം ഇങ്ങനെ നോക്കും, നല്ല ഇടക്കണ്ടിട്ട് നോക്കും. അപ്പൊ ഓരിങ്ങനെ വലിക്കൂലേ, പിന്നെ പെട്ടെന്ന് ഓടൂലേ, അപ്പൊ ഞാൻ നല്ല ഓരോ ബാക്ക് പോയി ഒറ്റ അങ്ങനെയാണല്ലേ? അങ്ങനെ തല്ലൂടാറ്? ഏട്ടന്റെ തല്ലൂടല്ലേ? എന്നെ തല്ലൂടാറ്? പിന്നെ എന്താണ് കുട്ടികള് വെറുതെ കടന്ന് വലിയ ഷോ കാട്ടുമ്പോ ചിലപ്പോ തല്ലുപോയിട്ട്. ഓ അപ്പൊ അമ്മമാര് കേക്കണ്ടേ? കംപ്ലൈന്റ് ഒക്കെ വരുന്നുണ്ടാവില്ലേ? കംപ്ലൈന്റ് ഒക്കെ വന്നിട്ടുണ്ടോ? കണ്ണിന്റെ അവിടെ അത് അവിടെ മിസ്സുമാരാ കൂടുതലുള്ളത്. അപ്പൊ ഞങ്ങളൊരു ദിവസം യോഗ കരാട്ടെ കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോവാ. അപ്പൊ ഇങ്ങനെ സ്നേഹത്തിലായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ തല്ലുപിടിച്ച് ഞാൻ എടുത്തിട്ട് മറിച്ചിട്ടപ്പോ എന്റെ കൈ കണ്ണി കൊണ്ടിട്ടുണ്ടായി. അപ്പൊ ആദ്യം അറിഞ്ഞില്ല, അറിയാണ്ടോണ്ടാ. അപ്പൊ ഞാൻ ഫ്രണ്ട്സിനെ നോക്കിയപ്പോ ഒരു കണ്ണ് കഴിഞ്ഞിട്ട് ബ്ലഡ് ആണെന്ന് പറയും കണ്ണില്. അപ്പൊ കണ്ണാടി പോയി നോക്കിയപ്പോ ഇവിടത്തെ വെസല് പൊട്ടി, ബ്ലഡ് സ്പോട്ടായി അവിടെ. അന്ന് വൈകുന്നേരം തന്നെ ഹോസ്പിറ്റലിൽ പോയി. പ്രിൻസിപ്പള് വീഡിയോ കോൾ വന്ന്, ടീച്ചർ വന്ന്, ഭയങ്കര സീനായി. അപ്പൊ പേടിക്കാനുള്ള വെസല് പൊട്ടിയതാ, മരുന്നൊക്കെ തന്ന്. അതിന് സ്കൂളിൽ പോയപ്പോ ഭയങ്കര കമ്പനി. പിന്നെ തല്ലൂട്ട് അങ്ങനെ തീർന്നു. പിറ്റേ ദിവസം സ്കൂളിൽ പോയി. അപ്പോ പറഞ്ഞു ഇങ്ങനെ ഇടി പിടിക്കാൻ പാടില്ല, ഫ്രണ്ട്സ് ആവണമെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ കുഴപ്പമില്ല. ആ ഫ്രണ്ട് സിനിമ ഉണ്ടായിരുന്നോ? ഇല്ലേ? ആ ഫ്രണ്ടിനോട് സിനിമ എല്ലാരും ടിക്കറ്റ് വെക്കാം. ടിക്കറ്റ് വെക്കുന്നുണ്ടല്ലേ? ടിക്കറ്റ് ഇനി കൊടുക്കാം. അല്ല, ഇവിടെ നിന്ന് കണ്ടിട്ട് ഒരു കില്ലാടിയുടെ പോലെ ഉണ്ട്. അങ്ങനെ തല്ലൂടാറുണ്ടോ സ്കൂളിൽ? എന്താണ് വലിയൊരു തല്ലൂട്ടുണ്ടാക്കിയത് സ്കൂളിൽ? ഞാൻ തല്ലുകൊടുക്കും, ഞാൻ തല്ലി താഴെ കിടക്കും. ബെഞ്ചിൽ കിടക്കും. അങ്ങനെ കിടക്കോ? അത് എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ തല്ലൂടുന്ന സ്കൂളില്? ഞാൻ തോണ്ടും, അവര് പ്രാന്തവും. നീയാണ് തോണ്ടുന്ന ആള്. ഇവിടെ പറഞ്ഞ പോലെ ഇവരൊക്കെ തോണ്ടുന്ന പോലെ നീയെ തോണ്ടുന്ന ആളല്ലേ? തുടക്കിടുന്നത് അല്ലേ? നീയാനാണ് അല്ലേ? വടി കൊടുത്ത് അടി പേടിക്കുക. അതല്ല, മുജീബ് സാറിന്റെ കാര്യത്ത് ആരെങ്കിലും പേടിയില്ല മാഷിണ്ടെന്ന് വെച്ചില്ലേ? ഞങ്ങള് സ്കൂളിൽ മുജീബ് മാഷിന്റെ കാര്യത്തന്നെ മീശയുള്ള ആളാ, താടിയില്ല. എന്നിട്ട് എപ്പോഴും ഞങ്ങള് ഗ്രൗണ്ടിൽ കളിക്കുമ്പോ ബെല്ലടിച്ചടക്കി കയറില്ല. കേറും. എന്നിട്ടോ? പക്ഷെ ഞങ്ങള് ഒരു ഗോള് എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഒരു ഗോൾ അടിക്കും. അടിച്ചു കഴിയുമ്പോ മുജീബ് സാറുണ്ടാവും ഇങ്ങനെ പിരിക്കും. മുജീബ് സാറിന് പേരെങ്ങനെ ഇട്ടു തോന്നുന്നുണ്ട്. അപ്പൊ ഇത് എല്ലാരും കില്ലാടികളാണല്ലേ? രാശകുട്ടി തല്ലൂടാറുണ്ട്. അനിയത്തി ഉണ്ട് തോന്നുന്നുണ്ട് അല്ലേ? അനിയനോട് തല്ലൂടാറുണ്ട് വീട്ടില്? ചില സമയത്ത് ഞാനും എന്റെ അപ്പുറത്തെ വീട്ടിലുള്ള ഒരിക്കല് ഞാനും അവളും ഉണ്ടാണ്ട് നിന്ന്. അപ്പൊ അവള് പറഞ്ഞ് അപ്പൊ ഞാൻ പോയി അവളെ അടുത്ത്. അവള് ബേക്ക് പോയ ആരും കാണാത്ത സ്ഥലം പോയിട്ട് മേലെ പോയി എന്നെ അടി പിടിക്കുന്നു. രണ്ടാളും ഞാനും അവളും തലയിലെടുത്തിട്ട് രണ്ടാളും അടി. നമ്മ രണ്ടാളും അടി. 2 വീട്ടിലാട്ടോ. അന്നേരം അവളാണെങ്കിൽ എന്റെ ഓടി കളിക്കണ്ട, നീ സീനാവുന്നു. പക്ഷെ അവര് കരാട്ട അറിഞ്ഞൂടെ, ഒന്നും ഒരു കുന്തും അറിഞ്ഞൂടെ. പക്ഷെ ഞാൻ വീട്ടിൽ നിന്നല്ലേ, അല്ല വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങനത്തെ കാണിക്കാറുണ്ട് അല്ലേ? അപ്പൊ എല്ലാരും അത്യാവശ്യം നല്ല കില്ലാടികളാണ്. അതേപോലെ ഞാൻ അവളെ അടി കൂടിയാൽ രണ്ടാളും പിടിപടിയ എന്റെ മുടി വലിക്കുന്നു. ഞാൻ അവളെ തള്ളുന്നു.
രണ്ടാളടി കൂടിയിട്ട് എനിക്ക് ഇവിടെ ഏറ്റവും മുറിവാണ്. എന്തായിരുന്നു വീണാ? ഓ അപ്പൊ എല്ലാരും ഭയങ്കര കില്ലാടികളാണല്ലേ. കില്ലാടികൾ എടുത്ത് ഞാൻ കുറച്ച് കുസൃതി ചോദ്യം ചോദിക്കട്ടെ. ചെറിയ ചോദ്യങ്ങളാണ്. പറയും ഉത്തരം ഞാൻ ചോദിക്കട്ടെ. അറിയില്ല. ഒന്നും കിട്ടുണ്ടാവില്ല. ഒന്നും കിട്ടുണ്ടാവില്ല. നിങ്ങൾ ഈ എന്താ ജെന്നാൽഫ അല്ലേ? ജെന്നാൽഫ ആയതുകൊണ്ട് പിടിച്ചിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഞാൻ ചെറിയ ചോദ്യമാണ്. അല്ല ഞങ്ങള് പിടിച്ചു വെക്കോ? ആനയും ഉറുമ്പും കൂടി ഒരു സ്കൂട്ടറിൽ ഇങ്ങനെ പോവായിരുന്നു കേട്ടാ. സ്കൂട്ടർ പൊങ്ങില്ലേ? സ്കൂട്ടർ പൊങ്ങില്ലേ? ചോദ്യമില്ല. കുസൃതി. കഥയില് ചോദ്യമില്ല. സ്കൂട്ടറിൽ ഇങ്ങനെ പോകുമ്പോണ്ടല്ലോ ഒരു ആക്സിഡന്റ് അങ്ങനെ ഉണ്ടായി. പക്ഷെ ഉറുമ്പിനൊന്നും പറ്റിയില്ല. ആനയ്ക്ക് പരിക്കേറ്റു. അല്ലെങ്കിൽ ആനയ്ക്ക് ഭയങ്കര ഫ്രാക്ചർ ഒക്കെ ആയി. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ആന വെറുതെ തടിച്ചിട്ടാണ്. അടിച്ചിട്ടാണ് എങ്ങനെയാ പറ്റുന്നത്? അങ്ങനെ അതല്ല. അതായത് ആന ഉറുമ്പും കൂടി സ്കൂട്ടറിൽ പോകുമ്പോ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഉറുമ്പിന് ഒന്നും പറ്റിയില്ല. ഉറുമ്പ് ചാടിയില്ല. ഉറുമ്പ് ചെരുപ്പിട്ടില്ല. ആനക്ക് ഊളം ഒന്നുകൂടി പറഞ്ഞ കേട്ടില്ല. ഉറുമ്പ് ചെറുതല്ലേ, അപ്പൊ ഉറുമ്പിനൊന്നും പറ്റൂല. ആന ഉറുമ്പിന്റെ മേത്ത് വീണാണെങ്കിലോ? അപ്പൊ രണ്ടാളും മരിച്ചില്ല. അങ്ങനെ ഒരാളെ ഒരാളെ പറ്റുള്ളൂ. ഒരാളൊരു ഉത്തരം പറയപ്പെടുള്ളൂ. അപ്പൊ ഞാൻ പറയട്ടെ, അപ്പൊ ഉറുമ്പ് ആനയുടെ മേത്ത് വീണുണ്ടാവും. അല്ല നിന്റെ കഴിഞ്ഞുട്ടാ. ഇനി അടുത്ത ആള് പറ. കിട്ടില്ല. ബുദ്ധി വെച്ച് നോക്ക്. എനിക്കറിയാം. എന്താ? ആന ഉറുമ്പ് എവിടെയാന്ന് കണ്ടില്ല. അപ്പൊ ഉറുമ്പിൽ ആനനെ പേടിപ്പിച്ചിട്ട് എന്റെ അമ്മ ഇതെന്താ കഥയാണോ? ആന സ്കൂട്ടറിന് താഴെ ആട്ട് ഉറുമ്പ് ഓടിച്ച്. അല്ല, ഒരു കുഞ്ഞു കൺട്രോളർ ഉണ്ട്. ആനയ്ക്ക് പരിക്കേറ്റ് ഉറുമ്പ് ഒന്നും പറ്റിയില്ല. അതാണ് എനിക്ക് ചോദ്യം. ഉറുമ്പ് കുപ്പായം വേണ്ടിട്ടുണ്ടോ? അല്ല ഇതൊന്നല്ല. ഉറുമ്പ് നമ്മളെ ഇത് മതിൽമന്നൊക്കെ വീണ ഒരു പരിക്ക് വെച്ചു. പറ്റൂലേ ഉറുമ്പിന് വീണ് കഴിഞ്ഞാ? നിങ്ങളുടെ നാട്ടിലെ ഉറുമ്പിന് പരിക്ക് ഇല്ല അല്ലെ? ചവിട്ടിയാലേ പറ്റുള്ളൂ. അതെ അവിടെ അവിടുന്ന് ആരും പറഞ്ഞല്ലോ. പറഞ്ഞത് എല്ലാരും. അയ്യോ, അടുത്ത ചോദ്യം കേട്ടാ. ആനയും ഉറുമ്പും കൂടി ഒളിച്ച് കളിക്കാൻ നിങ്ങൾ കളിക്കാറില്ലേ? ആന ഉറുമ്പിനെ വിട്ടൊരു കളിയില്ലേ? അല്ല, ആന ഉറുമ്പ് കിടക്കട്ടെ. നിങ്ങൾക്ക് അല്ലെങ്കിൽ പിന്നെ എന്താ ചോദിക്കണ്ടേ? എന്താ ചോദിക്കണ്ടേ? ആന ഉറുമ്പും കൂടിയിട്ട് ഒളിച്ച് കളിക്കായിരുന്നു. ഹൈഡൻസ് കളിക്കായിരുന്നേ. അപ്പൊ ആന ഒരു അമ്പലത്തിന്റെ പിന്നിൽ പോയിട്ട് ഒളിച്ചു. പക്ഷെ ഉറുമ്പ് ആനേനെ പെട്ടെന്ന് കണ്ടുപിടിച്ചു. ആന ചെരുപ്പിട്ടാ? ഞാൻ പറയട്ടെ. ചെരുപ്പിട്ടിട്ടായിരുന്നു. കൊറേ നേരം നേരത്തെ ചെരുപ്പ് ആണോ? അതായത് ആന പുറത്ത് ചെരുപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പഴാ മനസ്സിലായിരുന്നു. അമ്പലല്ലേ? ഉത്തരം പറഞ്ഞുട്ടാ. അടുത്തതേ, ഒരു പുഴയിൽ ആനയും ഉറുമ്പും കുളിക്കായിരുന്നു. പെട്ടെന്ന് ആന കരയിലേക്ക് ഓടി കയറി. എന്തുകൊണ്ടായിരിക്കും? ഉറുമ്പ് മിസ്സിംഗ് ആയി. എന്തുള്ളോണ്ട്? അവിടെ ഒരു ഫിഷ് ഉള്ളോണ്ടാ? മറ്റേ വലിയ ഫിഷ് ഉണ്ട്. ഉറുമ്പ് ആന ആനയും ഉറുമ്പും നീന്തി കുളിക്കായിരുന്നു. പെട്ടെന്ന് ആന കരയിലേക്ക് അങ്ങോട്ട് ഓടിപ്പോയി. ആനയുടെ മൂക്കിക്ക് വെള്ളം കയറി. വെള്ളം അലർജി. മൂക്കിക്ക് വെള്ളം കയറി. ഉറുമ്പ് ആനയെ കടിച്ചിട്ടുണ്ടാവും. അല്ല, ആനക്ക് വെള്ളം അലർജി. അല്ല, ആനക്ക് വെള്ളം അലർജിയാണ്. ഭയങ്കര വെറൈറ്റി ആൻസർ ഒക്കെ പറയുന്നത്. സാക്ഷിക്ക് എങ്ങനെ പറയണ്ട? അടുത്ത് ഞാൻ പറയട്ടെ. ഞാന് ഉറുമ്പ് തന്റെ ഡ്രസ് മോഷ്ടിക്കുന്നു പേടിച്ചു. ഡ്രസ് ഇങ്ങനെ എടുത്തിട്ടാണ് ഉറുമ്പിനെ കൊണ്ടുപോയി വിൽക്കാനുള്ള. അല്ല, നിങ്ങൾ എന്തായാലും വെറൈറ്റി ആൻസർ ഡ്രസ് അതിനെ കൊന്നിട്ടുണ്ടോ? അല്ല, ഇവിടെ ഒരാൾ പറഞ്ഞിട്ടാണ് എനിക്ക് ചിരി വന്നത്. അലർജി ആയിരിക്കും വെള്ളം. അടുത്ത അവസാനത്തെ ചോദ്യമാണ്. അതായത് ആന മരത്തിൽ കയറിയാൽ എന്ത് സംഭവിക്കും? മരോടിയും. അതല്ല, കുസൃതി ചോദ്യം. ആന മരത്തിൽ കയറിയാൽ എന്താ ഉണ്ടാവുക? അതിന് കേറാൻ പറ്റില്ല. എന്താ കയറാൻ പറ്റും? ആനയ്ക്ക് കയറാലോ, നമുക്കിങ്ങനെ വിചാരിക്കാം. ആന മരത്തിൽ കയറി എന്താ ഉണ്ടാവുക? കളിപ്പാട്ട് വരും. അല്ല, ആന ഇതാണ്. സാക്ഷിക്ക് എന്താ പറയാ? സെൽഫ് ഏതെങ്കിലും വലിയ ഇതായിരിക്കാം. വലിയ മരായിരിക്കും അല്ലേ? ഞാൻ പറയട്ടെ. ലയണല്ല, ആന മരത്തിൽ കയറി എന്താ സംഭവിക്കുക? മരം കുലുങ്ങും. കൂടി ഒന്ന് ആലോചിച്ച് നോക്കി. ഒന്നും കൂടി ഇങ്ങനെ ആലോചിച്ച് നോക്കി കിട്ടും. പ്രയാണം എന്തായാലും ഓർമ്മ വരുന്നു. മരത്തിലിരിക്കും.
മരത്തത്തെ പഴങ്ങൾ വീണു. അല്ലല്ല അതല്ല പറയട്ടെ ഞാൻ തരം ആന വീഴും. വാഴ പൊട്ടിപ്പോ സിനിമ അതൊരു ഡ്രീം ആയിരുന്നു ആനയുടെ. അത് പറയണ്ട എന്നാലും പറയാൻ അതെന്താ അങ്ങനെയല്ലല്ലോ. ആ. ഇത് കൊടുക്ക്, mic കൊടുക്ക്. വാഴ ചൂതുന്ന പോയതായിരിക്കും. വാഴ ചൂതുന്നു പോയതോ? വാഴ ചൂതി. വാഴ പക്ഷെ രണ്ട് വാഴ ചോദിച്ചോ പ്രയാൻ ചോദിക്കട്ടെ. ആ ചോദിച്ചോ. നടുവടി ആ. മേലെ പാറ. പഴഞ്ചൊല്ലാ തോന്നുന്നുണ്ടല്ലേ? നടുവടി മേലെ പാറ. അല്ല അല്ല ക്വസ്റ്റ്യൻ ഓർമ്മ മറന്നു പോയാ? അല്ലക്ക് പറയണേ. ഞാൻ ചോദിക്കട്ടെ. അതെല്ലാവർക്കും ഇനി ഓരോ ആ. വെള്ള വീടിന്റെ ഉള്ളിൽ അല്ല മഞ്ഞ മകൻ. മഞ്ഞ മകനോ? വെള്ള വീടിന്റെ ഉള്ളിൽ മഞ്ഞ മകൻ. വാഴപ്പഴാണോ? വാഴ മുട്ട. മുട്ടയാണോ? മുട്ട അവിടുന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ഞാൻ just ചോദിക്കട്ടെ, ആ പറയ്. മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല, കിണറ്. താമസിക്കാൻ പറ്റാത്ത സിറ്റി, സ്മാർട്ട് സിറ്റി ആണോ? അല്ല. യൂണിവേഴ്സിറ്റി. ഇലക്ട്രിസിറ്റി, യൂണിവേഴ്സിറ്റി പറയാട്ടോ. ഞാൻ പറയട്ടെ. മുറിക്കാൻ പറ്റാത്ത മരം. വാഴ, കോമരാണോ? അല്ലേ? കൗമാരം, ആ, അങ്ങനത്തെ മരാണോ? അല്ല. തോറ്റോ? സമരം. ഇനി നീ അധികം ഒരു മന്തി. ഒരു മന്തി, കുഴിമന്തി. അല്ല എങ്ങനെ ഉണ്ടാക്കണ? കുഴിയിലിട്ട്, അല്ല വേറെ. ഞാൻ കൊടുക്ക എന്താ പറയേണ്ടത്? കുഴിയിലിട്ട് മന്തി. എന്താ മന്തി? അൽഫാം മന്തിയാണോ? തോറ്റെല്ലാരും തോറ്റു. അല്ല ഞാൻ പറയട്ടെ. അയ്യോ ഞാൻ ഞെട്ടിയില്ല വട്ടയില്ല. അത് ഇവന്റെ ഉത്തരം പറഞ്ഞില്ല. മന്തി. തോറ്റു തോറ്റു. അത് തോറ്റടാ. ചാർക്കോൾ മന്തി. അതെന്ത്? ചാർക്കോളിന്റെ കൂട്ടിയിട്ട് മരാണല്ലേ ഇന്ന് മുറിക്കാൻ പറ്റാത്ത മാവ്. തേന്മാവാണ്, അരിമാവ്. അങ്ങനെ പറയാലോ. ദോശമാവ്. പിന്നെ ദോശമാവ്. എനിക്കറിയില്ല കേട്ടാ. തോറ്റോ തോറ്റോ തോറ്റില്ലേ? ഞാൻ ക്വസ്റ്റ്യൻ പറയണം. അല്ല ഞാൻ തോറ്റില്ലേ തോറ്റില്ലേ? അല്ല ഇത് പറയട്ടെ ഇതിന് ഉത്തരം പറയട്ടെ. ആത്മാവ്. ആത്മാവ്. ഇനി അധികം നേരം ഇരുന്ന് കഴിഞ്ഞാൽ അല്ല ഞാൻ പറയട്ടെ. വേഗം രണ്ടുപേരും ചോദിച്ചോ. ഞെട്ടിയില്ല വട്ടയില്ല. പപ്പടം. ഓക്കെ. ഞാൻ തന്നെ ആൻസർ പറയാടുത്തു. ആന ഉണ്ട്. ആന മരിച്ചു. എന്തുറ്റി? ഇത് എല്ലാരും കൂടെ അടിയാവുന്നു. ആന മരിച്ച ഉറുമ്പ് വരും. എന്തിന്? എങ്ങനെയാ മരിച്ചേ? അത് അവനോട് ചോദിക്കാം. അവൻ പറഞ്ഞില്ല. ആന. കൊണ്ട് കുത്തിയതായിരിക്കും. ആന എങ്ങനെയാ എങ്ങനെയാ മരിച്ചേ? ആനയെ മരിച്ചേ? ആന പലതരം മരണം ഉണ്ടായി. നിന്റെ കഴിഞ്ഞു. അവിടെ ഓടുന്നു പറഞ്ഞു. നമ്മക്കൊന്നല്ലേ ഈ ഗ്യാപ്പിനല്ല. കത്തി കൊണ്ട് കുത്തിയത്. എന്ത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആന മരിച്ച എന്താ? ആന എങ്ങനെയാ മരിച്ചേ? ആന എങ്ങനെ മരിച്ച? അവസാനത്തെ ചോദ്യമാണ്. പറ. ആനേനെ ഉറുമ്പടിച്ചിട്ടുണ്ടോ മൂക്ക് കയറിയിട്ട്? കഴിഞ്ഞു. നീ കൂടി പറയാൻ പറ. ഞാനൊരു ചോദ്യം ഉത്തരം. ലാസ്റ്റ് ചോദ്യം. എന്ത് ചെയ്യും? വണ്ടി ഇടിച്ചതാ. ഇനി അധികം ചോദിച്ചു. പറഞ്ഞു. പേടിച്ചു മരിച്ചു. എങ്ങനെയാന്നറിയാമോ? അതെന്താ പേടിച്ചിട്ടില്ല? കൊറേ മരിക്കലൊക്കെ ഉണ്ട്. എലിനെ കണ്ടിട്ട്. എന്തായാലും ഇനി എല്ലാവർക്കും നല്ല അടിപൊളി. ഇനി വാഴ 2 പോലെ തന്നെ ഞാൻ അടുത്ത നല്ല നല്ല സിനിമയിലൊക്കെ അഭിനയിക്കാൻ കഴിയട്ടെ ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവർക്കും വളരെയധികം നന്ദി. അപ്പൊ എന്തായാലും നമുക്കൊരു കൊടുത്താലോ?